വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. വാക്കുകൾ മാത്രമല്ല, പ്രവൃത്തിയും സൂക്ഷിച്ചു ചെയ്യേണ്ടതാണ്. എന്റെ പ്രവൃത്തിയിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. അറിയാം അറിയാം. സുന്ദരനായ ഡോക്ടർ അയാളുടെ ആരാധികയെ കാറിൽ കൊണ്ടുവന്ന് ഇറക്കുന്നതും തുടർന്നുള്ള റൊമാൻസും ഒക്കെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. മതി, നിർത്ത്. കൊള്ളേണ്ട അടുത്ത് കൊണ്ടപ്പോ കോപം വരുന്നുണ്ടല്ലേ. കൊള്ളാത്തതൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അയ്യോ, ഒന്നും ചെയ്യാത്തൊരു കൊച്ചു തമ്പുരാട്ടി. അത്യാവശ്യം വന്നപ്പോ സ്വന്തം ഭർത്താവിന് മറന്ന് എന്നെ കൊണ്ട് മാനേജ് ചെയ്യിപ്പിച്ചവളല്ലേടി നീ. ഇനി ആരെ കൊണ്ടൊക്കെ മാനേജ് ചെയ്യിപ്പിക്കണ്ടെന്ന് ആർക്കറിയാം. ഒച്ച വെച്ച ആളെ കൊട്ടല്ലേ, ആരെങ്കിലും അറിഞ്ഞ മോശമല്ലേ. ഇപ്പൊ ഞാൻ വന്നതേ ഒരവകാശം ചോദിക്കാനാ. കഴുത്തി താലി കെട്ടിയില്ലെങ്കിലും ഒരർത്ഥത്തിൽ ഞാനും നിന്റെ ഭർത്താവാണല്ലോ. ഒന്നുമില്ലെങ്കിലും കുറച്ചു നാളത്തെ ദൈർഘ്യമുള്ള ദാമ്പത്യമല്ലേ നമ്മുടേത്. ദാമ്പത്യത്തിന്റെ പൂർണ്ണ അർത്ഥം വന്നെത്തുന്നത് അതിന്റെ ബന്ധവും കൂടി പൂർത്തിയാകുമ്പോഴാണല്ലോ. അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്ന് പറയാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. അല്ല, ചക്കരക്കുടത്ത് കൈയിട്ട് നിൽക്കാൻ ഡോക്ടർക്ക് മാത്രമല്ല ഇഷ്ടം, ഈ പുതിയ ഭർത്താവിനുണ്ടേ. എന്താ ഇത്? ഇതൊക്കെ തന്റെ ഉള്ള ആമ്പിള്ളേര് കണ്ടു പഴകിയ സ്റ്റൈലാടി. മോളുടെ കയ്യിൽ പുതിയതെന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കും. തീർന്നിട്ടില്ല, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നിന്റെ ബോഡി ടച്ചും കുറച്ച് നിന്റെ സ്റ്റുഡിയോയും കോപ്പൊക്കെ കൂടെ ഞാൻ വാരിട്ട് കത്തിക്കും പുല്ലേ. എന്താ പൂക്കുട്ടാ? എന്താന്ന് സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്കടാ. കടപ്രഥമനും പാൽപായസവും സദ്യയൊക്കെ വെച്ച് തന്ന് സ്വന്തം സഹോദരനെ പോലെ നിന്നെ സൽക്കരിച്ച എന്റെ പാവൻ അതാണോ കാര്യം? അപ്പുക്കുട്ടാ, മട്ടും പാവവും ഒക്കെ കണ്ടപ്പോ ഞാനും അങ്ങനെ ആദ്യം വിചാരിച്ചു തന്റെ ഭാര്യ ഒരു പാവമായിരിക്കുന്നു. പക്ഷേ കാണാൻ കൊള്ളാവുന്നവരുടെ കൂടെ കാറി കയറി പോകുന്ന തന്റെ ഭാര്യ പാവമാണെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കത്തില്ല. ഇയാൾ വിശ്വസിക്കുവോ? എന്താ പേര്? കൊച്ചിരാമൻ. കൊച്ചിരാമട്ടം വിശ്വസിക്കുവോ? ഇല്ല. ഒരു ദിവസം ഡോക്ടറോടെ പോകുന്നു, വേറെ ദിവസം വേറെ ആളുടെ കൂടെ പോകുന്നു. പിന്നെ ഇതിനെയൊക്കെ മറുപടിക്കാൻ ഡയബറ്റീസ് എന്ന് പറഞ്ഞ രോഗമൊക്കെ സ്വന്തം ഭാര്യയുടെ നെറ്റിൽ നല്ലവളാണെന്നുള്ള ലേബർ എഴുതി ഒട്ടിച്ചോണ്ട് മാത്രം അവൾ നല്ലവളാവില്ലടോ. അവൾ എവിടെ പോകുന്നു, ആരോടെ പോകുന്നു, എന്തിന് പോകുന്നു, അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അതാണ് ഭർത്താവ്. ഞാൻ എന്റെ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ. തനിക്ക് കാണണോ തന്റെ ഭാര്യയുടെ തനിനിറം? ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് പറയണോ തന്റെ ഭാര്യ നല്ലവളാണോ ചീത്തയാണോന്ന്? താൻ പറയണ സ്ഥലത്ത് തന്റെ ഭാര്യ ഞാൻ കൊണ്ടുവരാം. ഞാൻ കൊണ്ടുവരൂടോ. എന്റെ കണക്കൂട്ടലുകളൊക്കെ തെറ്റിയോടാ. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അറിവ് പറഞ്ഞു തരാനുള്ള ബുദ്ധിയോ വിവരമോ എനിക്കില്ല. എന്നാലും പറയുകയാണ്, മുതലാളി ഇതേക്കുറിച്ചൊന്നും ഭാര്യയോട് ചോദിക്കരുത്. സ്വന്തം ഭാര്യയെ ഭർത്താവ് സംശയിക്കുന്നു എന്ന് തോന്നിയാലുള്ള അവസ്ഥ ഏത് സ്ത്രീക്കാ സഹിക്കാനാവുക? ഞാൻ കുടിക്കാൻ വല്ലതും എടുക്കാം. പ്രേമൻ എന്താണ് സംസാരിക്കേണ്ടതെന്ന് വെച്ചാ ഇവിടെ നിന്ന് സംസാരിക്കാം. അപരിചിതർക്കുള്ളതാണ് ഈ സിറ്റ് ഔട്ട്. എന്ന് തുടങ്ങി ഈ പരിചയക്കുറവ്? സിറ്റ് ഔട്ടിൽ നിന്ന് സംസാരിക്കേണ്ടതല്ലോ നമ്മൾ തമ്മിലുള്ള വിഷയം. മതിൽക്കെട്ടിന് പുറത്തു പോയാ നാളെ ചുമരെടുത്തുറപ്പാ. എന്താ നാവിറങ്ങിപ്പോയോ? പുറത്തിറങ്ങി സംസാരിക്കണോ?
ആവാം. പക്ഷേ എനിക്കിത്തിരി വോളിയം കൂടുതലാ. വേണോ? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എല്ലാം പറഞ്ഞവസാനിപ്പിക്കേണ്ട കാര്യങ്ങളാ. അതിനു മുമ്പ് ഒരു പ്രത്യുപകാരം ചെയ്യണം. ഒരിക്കൽ രേണു എന്നോട് ആവശ്യപ്പെട്ടു ഒന്ന് മാനേജ് ചെയ്യാൻ. തെറ്റിദ്ധരിച്ചിട്ടാണെങ്കിലും ഞാൻ രേണുവിന്റെ ഭർത്താവായി. ബട്ട് നൗ തിരിച്ച് എനിക്ക് വേണ്ടിയും ഒന്ന് മാനേജ് ചെയ്യണം. എന്റെ ഭാര്യയാകണം. ഞെട്ടണ്ട. നൗ ഫോർ മൈ ലൈഫ്. ഒറ്റ ദിവസത്തേക്ക് മാത്രം. ജസ്റ്റ് 1 ഡേ. അതും രാത്രിയല്ല, പകൽ. തെറ്റായ വഴിക്കുമല്ല, സ്വല്പം വ്യാപാരം. എന്റെ ഒരു വലിയ കസ്റ്റമർ മിസ്റ്റർ മോത്തിലാൽ നാളെ എന്റെ ഔട്ട് ഹൗസിൽ വരും. അയാൾക്ക് മുഖം കൊടുത്ത് ഒന്ന് സൽക്കരിക്കണം. ചുരുക്കി പറഞ്ഞാൽ കുറച്ച് മദ്യവും ഭക്ഷണമൊക്കെ എന്റെ ഭാര്യയെ പോലെ നിന്ന് ഒന്ന് വിളമ്പിക്കൊടുക്കണം. ഒരു പോറൽ പോലെ ഏൽപ്പിക്കാതെ ഞാനിവിടെ തിരിച്ചുകൊണ്ടാക്കാം. അതോടെ നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ അവസാനിക്കും. പറയുന്നതിന് ഒരു അതിര് വേണം. എന്റെ കാലിൽ ചെരുപ്പുണ്ട്. ചെരുപ്പുകൊണ്ട് മുഖത്തടിക്കാനല്ലേ കഴിയൂ. അപ്പുക്കുട്ടനും നീയും തമ്മിലുള്ള ബന്ധം ദാ ഇതോടെ കഴിയും. അത് കീറി. എനിക്ക് വയ്യ. അതിബുദ്ധി പെണ്ണുങ്ങൾക്ക് ചില കാര്യങ്ങൾക്കുള്ളൂ. ഈ ഫോട്ടോ പോയാൽ ഇതിന്റെ നെഗറ്റീവ്സ് എന്റെ കയ്യിലുണ്ടെന്ന കാര്യം പാവം രേണു മറന്നു. എന്റെ ജീവിതം നശിപ്പിക്കരുത്. ആരുടെയും ജീവിതം നശിപ്പിക്കുന്ന എനിക്കിഷ്ടമല്ല. അതുപോലെ ആരും വഞ്ചിക്കപ്പെടുന്നതും എനിക്കിഷ്ടമല്ല. ഇന്ന് ചിങ്ങം അവസാനിക്കുകയാണ്. നാളെ പുതിയ മാസം. ഞാൻ ആവശ്യപ്പെട്ട ഈ ചെറിയൊരു നാടകം കൂടി കളിച്ചു തീർന്നാൽ അപ്പ തന്നെ തിരശ്ശീലയിടും എന്നേക്കുമായി. പിന്നെ ഞാൻ ഈ വീട്ടിലേക്ക് വരില്ല. രേണു ഭയപ്പെടുന്ന നൈറ്റീസ് കയ്യോടെ തിരിച്ചു തരും. പ്ലീസ് കോപ്പറേറ്റ് വിത്ത് മീ. ഓക്കെ? വിഷാദസാഗരം മൃദോർമിതൻ തലോടലിൽ തളർന്ന സാഗരം വിദൂരയാ വിമൂകയാ വിഷാദസാഗരം മൃദോർമിതൻ തലോടലിൽ തളർന്ന സാഗരം അശാന്തന ദിവാകരൻ അകന്നു പോകവേ. മോത്തിലാല് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്
ഒരുപാട് നേരമായി. ചെല്ലേ. വാക്ക് കൊടുത്ത തെറ്റിക്കുന്നവനല്ല പ്രേമൻ. മോത്തിലാൽ നിന്നെ എന്റെ ഭാര്യയായിട്ട് മാത്രമേ കാണൂ. മടിക്കണ്ട, ചെല്ല്. ഞാൻ പിന്നാലുണ്ടാവും. ചെല്ലുന്ന്. കഴിവറ മോളെ, എന്നെയാണോ ഇത്രയും നാൾ ഞാൻ വിശ്വസിച്ച് കൂടെ കൊണ്ടുവന്നത്? അപ്പുക്കുട്ടന്റെ സാന്നിധ്യം ശരിക്കും മോത്തിലാലായിരുന്നു. എന്റെ അടുത്ത് പറഞ്ഞു, ഇവൻ ഒറ്റൊരുത്തന ഇതിനെല്ലാം കാരണക്കാരൻ. സ്വന്തം ഭർത്താവിന്റെ ജീവിതത്തിൽ സ്നേഹിക്കുന്നവളെ രേണു. പക്ഷേ അവൾ ആഗ്രഹിച്ചു അവളുടെ ഭർത്താവ് അവൾ ഇഷ്ടപ്പെടുന്ന വേഷത്തിൽ നടക്കണമെന്ന്, സമൂഹത്തിന് മുമ്പിൽ അല്പം സ്റ്റാറ്റസ് ഉണ്ടാക്കണമെന്ന്. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എല്ലാ പെണ്ണുകളും ഇങ്ങനെ ചിന്തിക്കൂ. പക്ഷേ നിങ്ങൾ അതിന് തയ്യാറായില്ല. എല്ലാം ഞാൻ പറയാം. രേണുവിടെ രേണു, 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 മോളെ, ഡോക്ടർ, രേണു. കണ്ണാ, പോച്ചടാ, എല്ലാം പോച്ച്. നമ്മ വീണതാ. കടവുളെ, என்ன தப்பு பண்ணிட்டேன்? ലുക്കു, ലുക്കു, ഒന്നും പറയണ്ട, ഒക്കെ എനിക്ക് മനസ്സിലായി. നിനക്കൊരിക്കലും ഒരിക്കലും അങ്ങനെ ആവാൻ കഴിയില്ലെന്ന് എനിക്കറിയാം.
ദൈവത്തെ മറന്ന് പലതും ഞാൻ ചെയ്തു. അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞങ്ങൾ ഇവിടുന്ന് പോവാ. പ്രേമ, അത് പിന്നെ വേണ്ട, പോണം. സോറി, ഞങ്ങൾ 1-ാം തീയതി കയറാൻ വന്നതൊന്നുമല്ല, ഒരു സന്തോഷ വാർത്ത പറയാൻ വന്നതാണ്. ഞങ്ങൾ സ്റ്റേറ്റ്സിലേക്ക് പോകുന്നു. സ്റ്റേറ്റ്സിലേക്കോ? യാ, തമിഴ്നാട് സ്റ്റേറ്റ്സിലേക്ക്. ഐ മീൻ പൊള്ളാച്ചി. ഹായ് മോലാളി. സോറി മോലാളി, ഞാൻ ഇവിടെ നിന്നിട്ട് ഇനി ഒരു കാര്യമില്ല. അതുകൊണ്ട് ഈ മുതലാളിയുടെ കൂടെ ഞാൻ തമിഴ്നാട് സ്റ്റേറ്റിലേക്ക് പോവാണ്. വന്നിട്ട് പാക്കല്ലാം. വരട്ടെ വരട്ടെ മുതലാളി. ഡോക്ടർ വരട്ടെ. അയ്യോ, ഇവിടെ ഒരു വരട്ടെ. പോ കസേട്ടാ. ചേരേണ്ടത് ചേരേണ്ടിടത്തേ ചേരൂ.